ഇതാണല്ലേ കിറ്റ്. വലിയ സംഭവമാണല്ലോ കിറ്റ്. കുറച്ച് പൈസയുടെ സാധനം ഉണ്ടല്ലോ. ടീഷർട്ടൊക്കെ ഉണ്ട്. യൂണിഫോം ആണോ? ഏയ് ഇതവര് പറയാൻ വിട്ടാണ്. ഇത് ഞാൻ ഫസ്റ്റ് ഡേ ഇടും. അത് വേണ്ട, ഫസ്റ്റ് ഡേ വെള്ള ചെറുതായിട്ടാ മതി. എടാ ഇതാണോ നീ പറഞ്ഞ മൈൻഡ് മാപ്പ്? യെസ്, അടിപൊളിയാണ്. നമ്മൾ പഠിക്കുന്ന ചാപ്റ്റേഴ്സിൻ്റെ ഷോർട്ട് നോട്ട്സ് ആണ്. എന്നാലും റിവൈസ് ചെയ്യാനും ഓർത്ത് വെക്കാനൊക്കെ ഈ ഐറ്റം ബെസ്റ്റാണ്. ഓ, അതുകൊണ്ടാണല്ലോ ഇതിന് മൈൻഡ് മാപ്പ് എന്ന് പേരിട്ടെ. കഴിഞ്ഞ ജയില്ലേ, അതിനകത്ത് ഈ ഓർഗാനിക് കെമിസ്ട്രി ഒക്കെ ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്തത് ഈ മൈൻഡ് മാപ്പ് കൊണ്ടാണെന്ന് എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞിട്ടുണ്ട്. ഈ ഓർഗാനിക് കെമിസ്ട്രി ആലോചിക്കുമ്പോൾ തന്നെ പേടിയാവുന്നുണ്ട്. ഏയ് ഇവിടെ അതൊക്കെ സിമ്പിളാണ്. ഇതുണ്ടോ, ഇതാണ് വർക്ക് ബുക്ക്. നമ്മൾ പഠിച്ചു കഴിഞ്ഞ ചാപ്റ്റേഴ്സ് അത് വർക്ക് ചെയ്ത് നോക്കാനുള്ളതാണ്. ദേ അതിനൊക്കെയുള്ള സ്പേസ് വേണ്ട. ഈ ഹോംവർക്ക് പോലെ അല്ലേ മോനെ? ഹോംവർക്ക് അല്ല ഞങ്ങളെ ഹോസ്റ്റൽ വർക്ക്. അത് ശരിയാണല്ലോ. ഇത് കുറെ ഉണ്ടല്ലോ അമ്മേ. അത് പിന്നെ ഇത്രയും വലിയ കോഴ്സ് ആകുമ്പോ അത്രയും പഠിക്കാൻ കാണില്ലേ? പിള്ളേർക്ക് പിന്നെന്താ പണി? പഠിക്കണം അല്ലേ? പിന്നെ അല്ലാതെ ഇത് മൊത്തം വായിച്ച് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ NCERT ടെക്സ്റ്റ് ഒന്നും തുറന്നു നോക്കേണ്ട കാര്യമില്ല. അത്രയ്ക്ക് അടിപൊളിയായ ഗൈഡുകളാണ്. അയ്യോ അതെ, മാത്സ് കാണുമ്പോൾ തന്നെ പേടിയാവും. ധാരാന്ന് വെച്ചെടുത്തോ, എനിക്ക് വേണ്ട. ഇവന് കണക്ക് പണ്ടേ പേടിയാ. ആർക്കാണ് കണക്ക് ഇത്ര ബുദ്ധിമുട്ട്? ഭൂഗോളത്തിന്റെ സ്പന്ദനം കണക്കിലാന്ന് പണ്ട് ചാക്കോ മാഷ് പറഞ്ഞത് കേട്ടിട്ടില്ലേ? അത് ശരിക്കും എഞ്ചിനീയറിംഗിനെ കുറിച്ച് കൂടിയാണ്. ഇതാണ് ഇക്ബാൽ സാർ, IIT ടോപ്പറാ, കിട്ടില്ല സാറാ.